നമ്മുടെ കാശ്മീരിൽ വന്നിട്ട് 5-ാമത്തെ ദിവസമാണ്, അതായത് ലാസ്റ്റ് ദിവസം. നമ്മൾ ഇവിടുന്ന് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചെന്നൈയിലേക്ക് യാത്രയാവും കേട്ടോ. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ 4:30-ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കൊരു 2 മണിക്കെങ്കിലും അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ ഇൻ്റർനാഷണൽ ചെക്ക് ഇൻ പോലെയാണ് അത്ര ശ്രീനഗറിൽ. നമ്മൾ കുറേ ചെക്കിംഗ് ഉണ്ട്, പുറത്തൊരു ചെക്കിങ്, അകത്തൊരു ചെക്കിങ്, അങ്ങനെ ചെക്കിങ് കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ അവിടെ എത്തണം. സോ 2 മണിക്കെങ്കിലും എയർപോർട്ടിൽ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അന്ന് മാറ്റി വെച്ച ദാൽ ലേക്കിലെ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അത്ര ദൂരം ഉണ്ടായിരുന്നില്ല, ഒരു 15 to 20 മിനിറ്റ്സിൽ നമ്മൾ എത്തി. സാധാരണ 1 hour 2 hour അങ്ങനെയാണ് നമ്മളിത് പാക്കേജ് എടുക്കുക. അതായത് 1 hour ആണെങ്കിൽ നമ്മൾ 1 hour ചുമ്മാ ചുറ്റിക്കറക്കിയിട്ട് കൊണ്ടുവരും. നമ്മൾ 2 hours ആണ് എടുത്തത്. കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല. സോ നമുക്ക് എത്ര വേണമെങ്കിലും ടൈം സാവകാശം റിലാക്സ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ ഓരോ ഇതിലാക്കി. ഇതിൻ്റെ പേര് ഷിക്കാര എന്നാണ് ഈ ഒരു വഞ്ചിയുടെ പേര്. നമ്മൾ വഞ്ചി എന്ന് പറയും, ബോട്ട് എന്ന് പറയും, അവർ ഷിക്കാര റൈഡ് എന്നാണ് പറയണത്. ഇപ്പോൾ ഈ തടാകത്തിൽ ഇതൊരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇറങ്ങിയ ഉടനെ, അതായത് വണ്ടി വിട്ട ഉടനെ ഓരോരുത്തർ വന്ന് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്യും. അവരും ഷിക്കാരയിൽ തന്നെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് വന്നത് നമ്മുടെ കാവ ടീ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഹോട്ട് ചോക്ലേറ്റ്, ടീ, കോഫി ഇതിനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് വേണമെന്ന് ചോദിക്കും. അഹാന കൃഷ്ണയുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഷിക്കാര റൈഡിൽ ആ കുട്ടി വാങ്ങിച്ചിട്ട് ഒരു കാവ വാങ്ങിച്ചു കുടിക്കുന്നത്. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാശ്മീർ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് കാവ വാങ്ങിച്ചു കുടിച്ച് നോക്കണം എന്ന്. അങ്ങനെ നമ്മൾ ഒരേ ഒരു കാവ പറഞ്ഞു. കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാനും മാത്രം ഒരേ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ തരണതൊക്കെ ഒത്തിരി അത്യാവശ്യം നല്ല വലിയ സൈസാണ്, ഈവൻ ടീ, കോഫി എല്ലാം. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, റോസ് പെറ്റൽസും ആൽമണ്ടും ഒക്കെ ഇട്ടിട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്, ഈ ഒരു കാശ്മീരി ഡ്രസ്സിൽ ഫോട്ടോ എടുക്കണമെന്ന്. മഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അന്നത് നടന്നില്ല. ഇപ്പോൾ ഈ ഷിക്കാരയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിട്ടോ. തലേ ദിവസം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വന്ന് കാവ ടീയൊക്കെ കുടിക്കുമ്പോഴേക്കും ആ ഫോട്ടോഗ്രാഫേഴ്സ് വന്നു. അവർക്ക് അതൊരു ബിസിനസ്സാണല്ലോ. നമ്മളുടെ മാത്രമല്ല, നമ്മളുടെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഓരോ ഷിക്കാരയിലുണ്ട്. അവരുടെ അടുത്തൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ എടുത്തു തരും, ഇല്ലെങ്കിൽ അവർ വേറെ പൊക്കോളും. നമ്മൾ ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞു. നിരഞ്ജനനെ എടുത്തു ആദ്യം, അവളിനെ ആ ഷിക്കാരയുടെ ഉള്ളിൽ കയറ്റി കൊണ്ടുപോയി പതുക്കെ നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകട്ടോ. എന്നിട്ടാണ് ഫോട്ടോ എടുക്കുക. അവർ പറഞ്ഞു കൊടുക്കുക, അവരെന്നെ ആ ഡ്രസ്സ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് സെറ്റാക്കി കൊടുത്ത് അങ്ങനെ ഓരോ പോസൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരുടെ പിന്നാലെ പോവും. അങ്ങനെ അവളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളെന്നെ വിളിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട്, അതായത് ഈ റൈഡിൽ തന്നെ നമ്മളുടെ ഫോട്ടോ ഷൂട്ടിങ് എല്ലാം കഴിയണ പോലെയാണ്. വേണമെങ്കിൽ റീൽസൊക്കെ എടുത്ത് തരും, പാട്ടൊക്കെ വെച്ച്. പല ആൾക്കാരും അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ അതൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഫോട്ടോ ജസ്റ്റ് ഒരേ ഒരു ഫോട്ടോ ഒരാളുടെ കിട്ടണമെന്നേ ഉള്ളൂ. പക്ഷേ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ സൈസിലുള്ള ഫോട്ടോസും എടുക്കും, എല്ലാ ടൈപ്പും പല പോസിലുള്ളത് എടുക്കും. നിത്തുവിന് വേണ്ടാന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു, അവൾക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു അവസരം ഇനി കിട്ടാൻ കുറേ സമയം എടുക്കില്ലേ, ഇനി വീണ്ടും കാശ്മീർ വരുമ്പോഴേ പറ്റുള്ളൂ, അതുകൊണ്ട് അത് പാഴാക്കണ്ട, ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവളിനെയും ഫോട്ടോ എടുപ്പിച്ചു. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന്, അതും ചെയ്തു കേട്ടോ. അങ്ങനെ ചെയ്തു. പിന്നെ അവരിങ്ങനെ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞാലും ഇല്ല, കുട്ടിയുടെ നല്ല ഭംഗി ഉണ്ടാവും, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, വാങ്ങണമെന്നില്ല, വേണമെങ്കിൽ എടുത്ത് വെച്ച് നോക്ക്, എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. അങ്ങനെ ഇങ്ങനെ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കും. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിനെയും അങ്ങനെ വീഴ്ത്തിയത്. ആൾക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ കപ്പിളായിട്ട് എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് അതിൽ വീണു. ശരി, എല്ലാ ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു. ഓരോരോ ചെറിയ ചെറിയ കമ്മൽ, മാല, കൈച്ചീന, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതും നിത്തു വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു ഓർമ്മയ്ക്ക് കമ്മൽ വേണമെന്ന്. അപ്പോൾ ഈ കാശ്മീരിലത്തെ ഒരു ലീഫ് ഉണ്ടല്ലോ, ആ ലീഫിൻ്റെ, അത് ഈ കണ്ണ ലീഫ്, അതിൻ്റെ പോലത്തെ മാലയും ലോക്കറ്റുള്ള മാലയും കമ്മലും ഒരു സെറ്റായിട്ട് അങ്ങനെ 2 പേർക്കും വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ ഒരു ചെറിയ ബ്രേസ്ലെറ്റ്, അങ്ങനെ ചെറിയ ഐറ്റംസ് വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെയൊക്കെ നമ്മൾ ചെന്നൈയിലൊക്കെ കിട്ടുന്നത് തന്നെയാണ്. എന്നാലും അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക്
എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അത് മാത്രമേ അവർക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട്സിന് കുറച്ച് കീ ചെയിനും ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളിത് ഈ പോണ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് അത്രയാണ് ഇതിൻ്റെ പേര്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നിട്ട് അവിടെ ഇറക്കും. അപ്പോൾ അവിടെ തന്നെ ഒരു സൊവനിയർ ഷോപ്പുണ്ട്, ഇതുപോലെ ഷോള് അങ്ങനെ സ്വെറ്ററൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. കൂടെ വന്ന ആൾ പറഞ്ഞു, നമ്മൾ ഇനി ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയും പോകണില്ല, എന്തെങ്കിലും വാങ്ങാണെങ്കിൽ ഇവിടുന്ന് തന്നെ വാങ്ങിച്ച് അവസാനിപ്പിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിങ്ങനെ റൗണ്ട് അടിക്കും. റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി നമ്മൾ തന്നെ എവിടെയാണോ ഇതിൽ ഷിക്കാരയിൽ കയറിയത് ആ സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടുവിടും. അങ്ങനെ പോണ വഴിക്കത്തേക്കിലും കുറേ ഹൗസ് ബോട്ട്സ് ഉണ്ട് കേട്ടോ. ഈ ഹൗസ് ബോട്ട്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. അത് നമുക്ക് ഈ റിസോർട്ടിലൊക്കെ താമസിക്കണ പോലെ റൂം 1 നൈറ്റിന് ബുക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് രാത്രിയൊക്കെ കൂടെയുള്ള ഗ്രൂപ്പിൽ ഒരാൾക്ക് 2 ആൾക്ക് മാത്രമായിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുള്ളൂ അത്രേ. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വയസ്സായവർക്കൊന്നും അത്രയ്ക്കൊന്നും, അതും ചെറിയ കുട്ടികൾക്കൊന്നും രാത്രി ഭയങ്കര തണുപ്പായിരിക്കുന്നു, താങ്ങില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളത് വേണ്ടാന്ന് വെക്കുക ചെയ്തേ. അല്ലെങ്കിൽ 1 ഡേ സ്റ്റേ ഇവിടെ ഉണ്ടായിരുന്നതാണ് ശരിക്കും പാക്കേജിൽ. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ടൂർ പാക്കേജ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ കൂടുതലുള്ള ആൾക്കാരുടെയും കുട്ടികളുടെയും വയസ്സായ ആൾക്കാരുടെയും ഒക്കെ നമ്മൾ കെയർ ചെയ്യണമല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് ഇന്ന് തീരുമാനിച്ച സ്ഥലത്തേക്കാവില്ല ഇന്ന് പോയിണ്ടാവും. അങ്ങനെയൊക്കെ നമുക്കത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഈ ഒരു ടൂർ പാക്കേജിന്. നമുക്കൊരു അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞാൽ, ബാക്കിയുള്ളവർ ഓക്കെ പറഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ദാൽ ലേക്കിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു, 11:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 മണി വരെ സമയമുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കണം. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് അവിടെ തീരുമാനിച്ചതാണ്. ഷാലിമാർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് ഒരു പാർക്ക് ഉണ്ട്, അവിടെ പോകണമെങ്കിൽ പോയിട്ടൊന്ന് കറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ എണ്ണം കൂട്ടണമല്ലോ. അവിടെ ചെന്നപ്പോഴാട്ടോ ഇവിടെയും കുറേ സൊവനിയർ ഷോപ്സ്, ഡ്രസ്സ് ഷോപ്പ്, അങ്ങനെ കുറേ ഉണ്ട് അവിടെ ഇറങ്ങിയ സ്ഥലത്ത്. പിന്നെ ഗാർഡൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി ചുമ്മാ കറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും വെയിലാണെങ്കിലും നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഒരു ചില്ലായിട്ടുള്ളൊരു ക്ലൈമറ്റും ഉണ്ട്, എന്നാൽ ചെറിയൊരു വെയിലും, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ക്ലൈമറ്റ് അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി അവിടുത്തെ ആൾക്കാർക്കൊക്കെ ശരിക്ക് സമ്മർ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഈ ഒരു വെയിലായിരിക്കും അവർക്ക് മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയണേ. അപ്പോൾ ഈ വെയിൽ കായാൻ വേണ്ടിയിട്ട് തന്നെ ചിലപ്പോൾ അവർ വരും. അപ്പോൾ അന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു എങ്കിൽ പോലും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയല്ല, കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവർ ഈ വെള്ളത്തിൽ കളിക്കുന്ന ഫൗണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കലും അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തണുക്കും, പക്ഷെ അവർക്ക് തണുപ്പല്ല, അവർക്ക് ഇതാണ് ശരിക്കും ചൂടുകാലം. അപ്പോൾ ഇവർക്ക് ഇത്തിരി ചൂട് കിട്ടിയാലും അവർക്ക് സന്തോഷമാണ്. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഈ പാർക്ക് മാത്രമല്ല, ഞങ്ങൾ പോയിട്ടുള്ള ഒരുവിധം പാർക്കുകളിലെല്ലാം കുട്ടികളെ കൊണ്ടുവരണത് ഈ ഒരു വെയിലിന് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ അവർക്കൊരു ഓടിക്കളിക്കാനും, സാധാരണ അവർ സ്വെറ്ററൊക്കെ ഇട്ടിട്ടല്ലേ ഇപ്പോൾ ഇറങ്ങുക. ഈ ഒരു സമയത്താണ് അവർക്ക് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം. അപ്പോൾ ഇനി തൊട്ട് ജൂലൈ വരെ അങ്ങോട്ട് നല്ല സമ്മർ സീസണാണെന്നാണ് കേട്ടത്. അപ്പോൾ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഇതിലും നല്ല പച്ചപ്പായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു ഇല കേട്ടോ, അതിൻ്റെ മരം അവിടെ ഉണ്ടായിരുന്നു. അപ്പം നിത്തും കിത്തും ഓരോ ഇല പൊട്ടിച്ചിട്ട് പോക്കറ്റിൽ വെച്ചു. അവർക്ക് കാശ്മീരിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇല വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ സമയം നോക്കിയപ്പോൾ കൂടുതൽ ആൾക്കാരനെ ഒന്നും കാണാനില്ല. നമ്മൾ വിചാരിച്ചു എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടാവും, നമ്മൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ നമ്മൾ അന്വേഷിച്ചിട്ട് ലേറ്റ് ആവണ്ടല്ലോ, കാരണം എയർപോർട്ടിലേക്കാണ് ഇനി നേരെ പോണേ, ഭക്ഷണവും കഴിക്കണം. അപ്പോൾ ഇവിടുന്ന് തന്നെ ഇറങ്ങിയോടത്ത് ഒരു ഹോട്ടലൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴാട്ടോ ഇവിടെയും ആ ഒരു കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഏരിയയിൽ വന്നപ്പോൾ എല്ലാവരും ഇവിടെയാണ്. അവിടെ നിന്നിട്ട് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് തരും അവർ നല്ല ഭംഗിയിൽ. അതിന് തന്നെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് നഷ്ടബോധമൊക്കെ തോന്നി തുടങ്ങിയിട്ടോ. കാരണം 5 ദിവസം വേഗം കഴിഞ്ഞ പോലെ തോന്നുക. അതിപ്പോൾ നമ്മൾ ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ എപ്പോൾ പോയാലും നമുക്ക് അതന്നെ തോന്നാറ്. എനിക്ക് അങ്ങനെയാണ്. ആ ഒരു ഫസ്റ്റ് ഡേയ്സും സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോൾ ഇനിയുണ്ട് 2 ദിവസം എന്നല്ലേ തോന്നുക. പക്ഷെ 5ാമത്തെ ദിവസം ആയപ്പോഴേക്കും അയ്യോ 5 ദിവസം പോയത് അറിഞ്ഞേ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ആയി തുടങ്ങി. പോകുമ്പോൾ ഞാൻ എന്നിട്ട് ബൈയൊക്കെ പറഞ്ഞിട്ടാണ് പോകണ്ടായിരുന്നത്. കാരണം ഇനി എപ്പോഴാണ് നമ്മുടെ ഈ ഷാലിമാർ ഗാർഡനിൽ വരിക അല്ലെങ്കിൽ കാശ്മീരിൽ വരിക എന്ന് നമുക്ക് തന്നെ അറിയില്ല.
അതുകൊണ്ട് ഭയങ്കര ഒരു മിസ്സിങ് ഫീലിംഗ് ആയിരുന്നു അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇറങ്ങാൻ കുറേ പണിപ്പെട്ടു കേട്ടോ. ഇങ്ങനെ വിളിച്ച് വാ പോവാന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഒന്ന് ഇറങ്ങിയത്. അവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചെന്നൈ മുംബൈ സ്പെഷ്യൽ വെജിറ്റേറിയൻ ധാബ എന്നൊക്കെ എഴുതി വെച്ചേക്കണു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ദോശയും അങ്ങനത്തെ സൗത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ടായിരുന്നു. കാശ്മീരി ഒരു ദോശ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാശ്മീരി പുലാവ് എന്ന് കണ്ടപ്പോൾ ചാടിക്കയറി അത് ഓർഡർ ചെയ്തു. കാരണം കാശ്മീർ വന്നിട്ട് കാശ്മീരി പുലാവ് കഴിക്കണമല്ലോ. പിന്നെ താലി ഓർഡർ ചെയ്തത്, കാശ്മീരി താലി. അങ്ങനെ 3 എണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ 4 പേര് ഷെയർ ചെയ്യുക ചെയ്തത്. കിത്തു ചിലപ്പം ഫുള്ള് കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഞാനെൻ്റെ കാശ്മീരി പുലാവ് കഴിച്ച് നോക്കിയപ്പോഴേ അത് സാധാരണ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. കാശ്മീരി പുലാവ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ കിട്ടുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്, ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് അതല്ല കിട്ടിയത്. അവിടെ കുറച്ച് നേരം കറങ്ങി നടന്ന് ഓരോ കടയിലൊക്കെ കയറിയിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലെത്തി. അവിടുത്തെ ഒന്നും നമ്മളൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ നേരെ നമ്മൾ പോയത് ചണ്ഡീഗഡിലേക്ക് കേട്ടോ. ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയൊക്കെ തലസ്ഥാനം, പിന്നെ ഒരു യൂണിയൻ ടെറിട്ടറി ആണല്ലോ. അവിടെയും ഒന്ന് കാല് കുത്താൻ പറ്റി. അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോഗ്രാഫി അലൗഡ് അല്ലാന്ന്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ചെന്നൈയിലേക്ക് വിട്ടു. അപ്പോൾ ഇത് ആ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റിൽ. കിത്തുമായിട്ട് നല്ല കമ്പനിയായിട്ട് ആൾ എഴുതി കൊടുത്ത ഒരു ചോക്ലേറ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഈ ഒരു അത്ഭുതം നടന്നത്. നമ്മൾ ഡെലൂലുവിനെ കണ്ടു അവിടെ വെച്ചിട്ട്. ഞങ്ങൾ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കിത്തു പറഞ്ഞു, ദേ നമ്മുടെ ഡെലൂലു നിൽക്കണു, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ആരോ ആയിട്ട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിത്തുനെയും കിത്തുനെയും വേഗം വിളിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പോയി സംസാരിച്ചു. അപ്പോൾ ആൾ വളരെ നോർമലായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എവിടെയാണ് താമസം, ചെന്നൈ ആണോ മലയാളിയാണോ എല്ലാം ചോദിച്ച്. അപ്പോൾ നമുക്കൊരു ധൈര്യം വന്നു. ഫോട്ടോ എടുക്കട്ടേന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച്. ആളും ചെന്നൈയിൽ തന്നെയാണ് താമസം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കാഷ്വലി സിനിമനെ കുറിച്ചിട്ടും അടുത്ത അതിരടി പടം വരണതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ നല്ലൊരു ട്രാവലായിരുന്നു. എല്ലാ അർത്ഥത്തിലും അത് നന്നായിട്ട് തന്നെ എൻഡ് ചെയ്യാൻ പറ്റി കേട്ടോ. എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ചെന്നൈയിൽ സേഫായിട്ട് തിരിച്ചെത്തി. അപ്പോൾ ഇനിയും നമുക്കിതുപോലുള്ള നിറച്ച് ട്രിപ്പിന് പോകണം എന്നാണ് ആഗ്രഹം. എല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ പോവുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ട്രിപ്പിന് പോയി വന്നതിന് ശേഷം മൈൻഡ് ആകെ റിലാക്സ്ഡായി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ പോകാൻ എവിടെയാണോ താല്പര്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് പോയിട്ട് വരിക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.